لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم الله പരിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ കാരുണ്യമാണ്. ഒരു പ്രവാചകനെ അല്ലാഹു നിങ്ങൾക്ക് അയച്ചു തന്നു. ഖിതാമു ജമീഇൽ അംബിയാഇ മുഹമ്മദും വയൗമ ഖിയാമിൻ നാസി യുബ്അസു അവ്വലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും അവസാനമായി ഇനിയൊരു പ്രവാചകനില്ലാത്ത നിൽക്ക് അല്ലാഹു തിരഞ്ഞെടുത്തയച്ച നേതാവാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൗമ ഖിയാമിൻ നാസി യുബ്അസു അവ്വലു. ഏറ്റവും അവസാനമായി അല്ലാഹു അയച്ച ഈ പ്രവാചകൻ ഏറ്റവും മഹത്വമുള്ളതായതുകൊണ്ട് തന്നെ അവിടുത്തെ ഉമ്മത്തിനും വലിയ ബഹുമാനം അല്ലാഹു നൽകി. അതാണ് ഖുർആൻ നിങ്ങളെ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണികളാക്കി എന്നത് വലിയ മഹത്വമായി എടുത്തു പറയാനുള്ള കാരണം ആ മഹാമം കൊണ്ട് തന്നെ പാരത്രിക ലോകത്ത് മനുഷ്യൻ പ്രയാസപ്പെടുന്ന രംഗം വരുമ്പോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആഖിറത്തിലെ പ്രയാസങ്ങളുടെ വേളകളിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച് അമ്പിയാക്കളുടെ അടുക്കലേക്ക് സഹായത്തിന് പോകുന്ന മനുഷ്യർ ഓരോരുത്തരായി ഓരോ പ്രവാചകന്മാരുടെയും അടുക്കലേക്ക് പോയി സങ്കടം പറഞ്ഞ് രക്ഷപ്പെടാൻ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്ന രംഗം ആ രംഗം അവസാനമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. ആ ഒരു ശഫാഅത്തിന്റെ ശേഷം ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവിടുത്തെ ഉമ്മത്തിനെയാണ് എന്നത് അവിടുത്തെ ഉമ്മത്തിന് നൽകിയ വലിയൊരു മഹത്വവും പ്രത്യേകതയുമാണ്. ഫജുദിയ റസൂലുള്ളാഹി മിൻക ബിറഹ്മത്തിൻ لعبد نسير بالذنوبه مسربل. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ വെറുതെയല്ല അവിടുത്തെ കുറിച്ച് മുഅ്മിനീങ്ങൾക്ക് വലിയ കാരുണ്യമാണ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം മഹാനായ നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു പറയുന്നു وهذه الآية الشريفة فيها قصة من من الله. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖായ അഷ്റഫുർ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നത് ഈ ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എന്നാൽ ആ പ്രവാചകനോ വമിൻ അൻഫുസിഹിം ആ പ്രവാചകൻ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് മാലാഖമാരുണ്ട്. മഹാനായ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം മുതൽ ഇസ്റാഫീൽ അലൈഹിസ്സലാം മുതൽ മീകായിൽ അലൈഹിസ്സലാം മുതൽ ഒരുപാട് മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യമായി അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണോ അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു തആല അയച്ചത്? അല്ല, റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അപ്പൊ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ് എന്ന് പറയുമ്പോഴേക്ക് സാധാരണ മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണക്കാരനാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യനാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല.
മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയും അല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നാളെ പോലെ അല്ല എന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള അയാളെ പോലെ അല്ല എന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവരെ പോലെയൊന്നല്ല ഞാൻ എന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലയളവിൽ കഴിഞ്ഞു പോയ പല ആളുകളുണ്ട് അവരെ പോലെയൊന്നല്ല ഞാൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയും അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൈയില്ല എന്നാണോ, പ്രവാചകന് കാലില്ല എന്നാണോ, പ്രവാചകന് തലയില്ല എന്നാണോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനുഷ്യനുണ്ടാകേണ്ട അവയവങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ട് എന്നാണോ? അല്ല. അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സൂചനയാണോ? അല്ല. പിന്നെ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളിൽ ഒരാളെ പോലെയും അല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അക്മലുൽ ഖൽഖായി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള സൃഷ്ടിയായി അല്ലാഹു തിരഞ്ഞെടുത്ത നേതാവാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ തിരിച്ചറിയാൻ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നൽകണം, അവന്റെ കാരുണ്യം ലഭിക്കണം. ആ കാരുണ്യം ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ മനുഷ്യനാകണം എന്നില്ല. ഈമാൻ ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ തന്നെ മനുഷ്യൻ തന്നെയാകണം എന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഒരു മനുഷ്യന് മാത്രമല്ല, വിവരമില്ലാത്ത ജീവികൾക്കും വിവരമില്ലാത്ത മരങ്ങൾക്കും ചിന്തയില്ലാത്ത നടക്കാൻ കഴിവില്ലാത്ത പല വസ്തുക്കൾക്കും അതേ സംസാരശേഷിയില്ലാത്ത ജീവികൾക്കും ചിന്തിക്കാൻ കഴിവില്ലാത്ത ജീവികൾക്കൊക്കെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതാണ് എന്ന് വിചാരിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅഥ. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ 40 വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് വിചാരിക്കരുത്. നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമാണ് ഞാൻ ഭയങ്കര ജോറായത് എന്ന് വിചാരിക്കരുത്. ജനിക്കുമ്പോൾ ബാപ്പ വഫാത്തായി പോയിട്ടുണ്ട്. 6 വയസ്സായപ്പോൾ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പരീക്ഷണങ്ങളുടെ ലോകത്ത് വലിയ വെള്ളിത്തിളക്കലിന് അവസരം നൽകിയ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം